നമസ്കാരം. മുസ്ലിം ലീഗ് മതപാർട്ടി എന്നാരോപിച്ച SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് എന്നാൽ അർത്ഥം മുസ്ലിം കൂട്ടായ്മ എന്നാണ്. മലപ്പുറം വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോഴും മലപ്പുറത്തെ സമുദായ പ്രതിസന്ധി ചർച്ചയാവുകയാണ്. വെള്ളാപ്പള്ളി തന്നെ മുസ്ലിം തീവ്രവാദിയാക്കാൻ ശ്രമിക്കുകയാണ്. പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം വിവാദമാക്കുകയാണെന്നും സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമുദായത്തിന്റെ അവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. മലപ്പുറത്ത് 56% മുസ്ലിങ്ങളുണ്ട്. അവിടെ മറ്റുള്ളവർക്ക് സാമൂഹിക സാമ്പത്തിക നീതി കിട്ടുന്നില്ല എന്നാണത് പറയുന്നത്. എങ്ങനെ വർഗീയമാകുമെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. മലപ്പുറത്ത് മറ്റുള്ളവർ വേർതിരിവുണ്ടാക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരിക്കുന്നത്. പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ല. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതെന്നും തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറയുന്നു. താൻ മുസ്ലിങ്ങൾക്കെതിരല്ല, എന്നാൽ മുസ്ലിം ലീഗ് വോട്ട് ബാങ്കിനെ പോലെ പ്രവർത്തിക്കുന്നു. ഈഴവ സമുദായത്തിനോട് ഇത്തരത്തിൽ വോട്ട് ബാങ്കായി മാറണമെന്നാവശ്യപ്പെടുന്നത് എങ്ങനെ വർഗീയമാകുമെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. മലപ്പുറത്ത് SNDPക്ക് ഒരു കോളേജ് പോലുമില്ല. എന്നാൽ 17 കോളേജുകളാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. മലപ്പുറത്തെ SNDPയുടെ ഒരു അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡ് ആക്കാൻ നിരന്തരമായി അഭ്യർത്ഥിച്ചിട്ടും അത് ചെയ്തു തരാൻ UDF ഭരണകാലത്ത് തയ്യാറായില്ല. തുടർന്നാണ് ലീഗുമായി വേർപിരിയുന്നത്. മലപ്പുറത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം ലീഗിലെ സമ്പന്നരുടെ കൈവശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഹിന്ദുവിനെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് മലപ്പുറത്ത് സ്ഥാനാർത്ഥിയാക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ പ്രതിഷേധിച്ച സംഘടനയാണ് SNDP എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. നീതിക്ക് വേണ്ടിയുള്ള യാചനയാണ് നടത്തിയത്. മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല. കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിന്റെ പേരിൽ ചിലറിന്റെ കോലം കത്തിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ കത്തിച്ചാലും വിരോധമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എന്റെ പ്രസംഗത്തിലെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് പറയാൻ കഴിയില്ല. മുസ്ലിങ്ങൾ പോലും തങ്ങൾ 56% ഉണ്ടെന്ന് പറയുന്നില്ല. മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് അവർ പോലും പറയുന്നില്ല. മലപ്പുറത്ത് സാമൂഹ്യനീതി ഇല്ലെന്നാണ് പറഞ്ഞത്. മതവിദ്വേഷം SNDP യോഗത്തിന്റെ ലക്ഷ്യമല്ല. ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് SNDP യോഗമാണ്. എന്നു മുതലാണ് തന്നെ മുസ്ലിം വിരോധിയായി മുദ്രകുത്തിയതെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ വിമർശനം ഉന്നയിക്കുന്നു. 44% ഹിന്ദുക്കളിൽ ലീഗ് ഇന്നുവരെ ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമ്പോൾ ലീഗ് തന്നെ അതിനെ എതിർത്ത് രംഗത്ത് വരുന്നു. മലപ്പുറത്ത് പലയിടങ്ങളിലും ഈഴവ സമുദായത്തിന്റെ ശ്മശാനങ്ങൾ പോലുമില്ല. സാമൂഹ്യനീതിയുടെ യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുന്നു. ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ആണിയടിക്കുന്നു. താൻ ക്രിസ്ത്യൻ സമുദായത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, അവരാരും തന്നെ കൊല്ലാൻ വന്നില്ല. ഒരു ക്രിസ്ത്യാനിയും എന്നെ ചാടിക്കടിക്കാൻ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. തനിക്കെതിരായ വിവാദം ഗോകുലം ഗോപാലിനെ രക്ഷിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗത്തിന്റെ ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചാണ് വെള്ളാപ്പള്ളി വിവാദ പ്രസംഗം നടത്തിയത്. മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നതെന്നും തന്റെ സമുദായത്തിലെ അംഗങ്ങൾ സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പോലും കഴിയാതെ ഭയന്നാണ് അവിടെ കഴിയുന്നത് എന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം.